പുതിയ പവർ ടീമിനെ തീരുമാനിക്കാനുള്ള ടാസ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ റൂമിലിരുന്ന് ചർച്ച നടത്തുകയാണ് ജിൻഡോയുടെയൊക്കെ ടീം. അപ്പോൾ ജിൻഡോ ആദ്യം തന്നെ പറഞ്ഞു ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ്, അതായത് പൂജയുടെയൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ് താല്പര്യമെന്ന്. സായിക്കും അഭിഷേക് ജയദീപിനും നന്ദനയ്ക്കും പിന്നെയും കുറച്ച് ചായ്വ് ഇപ്പോഴത്തെ ഗബ്രിയുടെയൊക്കെ പവർ ടീമിൻ്റെ കൂടെ നിൽക്കാനാണ്. അപ്പോൾ സായി അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ നിന്ന് വെച്ചാൽ നമ്മൾ ഔദാര്യത്തിലാണ് അവർ വീണ്ടും പവർ ടീമിലേക്ക് വന്നത് എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അവരെ ബാർഗെയിൻ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ സായി കുറേ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നോറയും അവരെ കൂടെ നിൽക്കണ്ട, നമുക്ക് അവരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാം, അവരെ നമുക്ക് അങ്ങോട്ട് വരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ജിൻഡോ ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. ജിൻഡോ ഒരു അഭിപ്രായം പറയാൻ നിൽക്കുമ്പോഴും സായി പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മേലെ കയറി പറയാണ്. ഇതൊക്കെ കേട്ട് നിന്ന് ഏതായാലും അവരൊരു ഏകദേശം ബിഗ് ബോസ് പറഞ്ഞു ഇനി തീരുമാനിക്കാനുള്ള സമയം കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ലിവിങ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന് ചോദിച്ചു ഏത് ടീമിൻ്റെ കൂടെയാണ് നിൽക്കാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, സിബിൻ്റെ ഒക്കെ ടീം പറഞ്ഞു ടണലിൻ്റെ കൂടെയാണെന്ന്. ജിൻഡോയുടെ ടീം അവർ ഭൂരിപക്ഷം ഇപ്പോൾ ഗബ്രിയുടെ ഒക്കെ ടീമിനാണല്ലോ. അങ്ങനെ നിന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ട് ആരുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജിൻഡോ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ ടണൽ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കാരണം അവിടെ അയാൾ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ചിലർ അവിടെ ഉണ്ട്. വലിയതായിട്ടെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു സപ്പോർട്ട് ജിൻഡോയ്ക്ക് കിട്ടിയത് ആ ടീമിൽ നിന്നാണ്. അതുകൊണ്ട് ജിൻഡോ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഈ സായിയൊക്കെ പിന്നെ ഗബ്രിയുടെ ടീമിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ഇനി ടാസ്കിൽ എങ്ങനെയാവുമെന്ന് നോക്കാം.